വർഷങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയിരുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിലായി. തിരുവല്ലം സ്വദേശിയായ ഉണ്ണികൃഷ്ണനെ തിരുവല്ല പടപ്പാട് ശ്രീദേവി ക്ഷേത്രത്തിൽ നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് പോലീസ് പിടികൂടിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവല്ല കിഴക്കൻ മുത്തൂർ പടപ്പാട് ശ്രീദേവി ക്ഷേത്രത്തിൽ നിന്നും 4 ലക്ഷത്തോളം രൂപ വില വരുന്ന ഓട്ടുവിളക്കുകളും ശീവേലിക്കുടങ്ങളും അടക്കമുള്ള സാധനങ്ങൾ കവർന്ന കേസിലാണ് തിരുവല്ലം ഉണ്ണി പിടിയിലായത്. പതിവ് പോലെ ഇത്തവണയും തെളിവുകൾ അധികം ബാക്കി വെക്കാതെയായിരുന്നു ഉണ്ണിയുടെ മോഷണം. എന്നാൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ലഭിച്ച കാറിന്റെ CCTV ദൃശ്യങ്ങൾ കേസിൽ നിർണായകമായി. ജൂലൈ 17-ാം തീയതി രാത്രി നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ പടപ്പാട് ദേവി ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നായിരുന്നു. ആ മോഷണം നടത്തിയത് ഈ അമ്പലങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന തിരുവല്ല ഉണ്ണി എന്ന് പറഞ്ഞ ഒരു മോഷ്ടാവുണ്ടായിരുന്നു. അവനാണ് കയറിയത്. ഈ 17-ാം തീയതി രാത്രി ഒരു 11:30 മണിയോടുകൂടി കാറിനകത്ത് ഇവനിവിടെ വന്നിട്ട് കാർ അവിടെ ഒതുക്കിയിട്ടതിന് ശേഷം മതിലിയാടി അമ്പലത്തിൻ്റെ ഗേറ്റ് പൊട്ടിച്ചതിന് ശേഷം നേരെ വന്ന് ശ്രീകോവിലിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ പൂട്ട് പൊളിച്ച് ഒരുപാട് CCTV പരിശോധിച്ചു. അവസാനം ഇദ്ദേഹത്തിനെ ഭയങ്കര ബുദ്ധിമുട്ടി പിടിച്ചു. ആ പിടുത്തത്തിൽ നമ്മുടെ ഷാഡോ പോലീസിൻ്റെ കൈക്ക്, അഖിലേഷിൻ്റെ കൈക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്, 3 തയ്യലുണ്ട്. മറ്റേ കാലിക്കൂടെ വണ്ടി കയറിയായിരുന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടി ഇദ്ദേഹത്തിനെ പിടിച്ചിട്ടുള്ളതാണ്. സാധനങ്ങൾ റിക്കവർ ചെയ്തിട്ടുള്ളതാണ്. പ്രതിയുടെ വീട്ടിൽ നിന്നടക്കം തൊണ്ടിമുതലുകൾ പോലീസ് കണ്ടെടുത്തു. തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.